പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ മുൻനിർത്തി താൽക്കാലികമായി അടച്ച UAE വ്യോമപാത തുറന്നു. രാജ്യത്തെ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറിയതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ദുബൈയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് തത്സമയം അറിയാം. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് വ്യോമപാത അടച്ചതായുള്ള വിവരങ്ങൾ വരുന്നത്. പിന്നീട് രാവിലെ തന്നെ വ്യോമപാത തുറന്ന് വ്യോമഗതാഗതം സാധാരണ നിലയിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ കണ്ട ദിനം കൂടിയാണ് കടന്നു പോകുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനോജ്? ജിൻസി, ഏകദേശം ഒരു മണിക്കൂറോളമാണ് UAE വ്യോമപാത അടയ്ക്കുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി വ്യോമപാത സുരക്ഷാ കാരണങ്ങളാൽ അടക്കുകയാണ് എന്നുള്ള ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് വരുന്നു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി വീണ്ടും വ്യോമപാത തുറക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തന്നെ നടത്തി. ഒരു ആശങ്ക അകലുന്ന ഒരു കാര്യമാണ് വ്യോമപാത തുറക്കുന്നു എന്നുള്ളത്. കാരണം വിമാനത്താവളങ്ങളിൽ UAEയുടെ വിവിധ വിമാനത്താവളങ്ങളിൽ നിരവധി യാത്രക്കാരാണ് പല രാജ്യങ്ങളിലേക്ക് പോകാനായി കാത്തു നിൽക്കുന്നത്. അവരെയൊക്കെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയാണ് വ്യോമപാത അടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത്. ഇപ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പിന് ശേഷം വ്യോമപാത വീണ്ടും തുറക്കുകയാണ് എന്നുള്ള ആശ്വാസ വാർത്ത എത്തുന്നു. പക്ഷെ അതിനിടയിലും UAEയിലെ പലയിടങ്ങളിലേക്കും ആക്രമണം തുടരുകയാണ്. ഇന്നലെ രാത്രി അബുദാബിയിലെ വളരെ പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതിവാതക കേന്ദ്രമായ ഷാ ഓയിൽ ഫീൽഡിന് നേരെ ആക്രമണമുണ്ടായി. അവിടെ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് അബുദാബി മീഡിയ അറിയിക്കുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും പരിക്കുള്ളതായിട്ട് റിപ്പോർട്ടില്ല. അതേപോലെ തന്നെ ഇന്നലെ ആക്രമണമുണ്ടായ ഫുജൈറയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും ആക്രമണമുണ്ടായിട്ടുണ്ട്. ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രീസ് മേഖലയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അവിടെയും വലിയ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. അവിടെ ഇപ്പോൾ 5ാമത്തെ തവണയാണ് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത്. മറ്റൊരു സുപ്രധാന അപ്ഡേറ്റ് ഉള്ളത് UAEയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർച്ച് 22 വരെ സ്പ്രിംഗ് വെക്കേഷന് ആയി അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ സ്പ്രിംഗ് വെക്കേഷൻ മാർച്ച് 22 കഴിഞ്ഞാലും 2 ആഴ്ച കൂടി ഓൺലൈൻ പഠനം തുടരാനാണ് ഇപ്പോൾ UAE തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെയും അതേപോലെ തന്നെ അധ്യാപകരുടെയും ഒക്കെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. ഇത്തരത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്കും പലപ്പോഴും വീട്ടിലിരിക്കേണ്ടി വരും. കുട്ടികളുടെ സുരക്ഷയുമായി കരുതി അവരെ നോക്കാനും ഒക്കെ ആയിട്ട് വീട്ടിൽ തുടരേണ്ടി വരും. ഇക്കാര്യം കണക്കിലെടുത്ത് UAE സർക്കാർ ജീവനക്കാർക്ക് ഈ കാലയളവിൽ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനവും ഒരുക്കാനായി തീരുമാനിച്ച UAE അതോറിറ്റികൾ അറിയിച്ചിട്ടുണ്ട്. ജിൻസി.